നാളത്തെ ദേശീയ പണിമുടക്കിനെ നേരിടാൻ ഡയസ്നോൺ പ്രഖ്യാപിച്ച് KSRTC. ഡ്യൂട്ടിക്ക് എത്താത്തവരുടെ ശമ്പളം റദ്ദാക്കും. ക്രമസമാധാന പ്രശ്നമുണ്ടായാൽ പോലീസിനെ അറിയിക്കാനും KSRTC CMDയുടെ ഉത്തരവിലുണ്ട്. ഉമേഷ് ബാലകൃഷ്ണൻ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. ഉമേഷ്, ഈ പണിമുടക്ക് KSRTCയെ ബാധിക്കില്ല എന്ന് നേരത്തെ ഗതാഗത മന്ത്രി പറയുന്നത് കേട്ടു. ഇപ്പോൾ ഡയസ്നോൺ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്താണ് ലഭ്യമാകുന്ന വിവരങ്ങൾ, ഉമേഷ്? പ്രതികരിച്ചത് ഇതിൽ KSRTCയിലെ ഒരു ട്രേഡ് യൂണിയനും പണിമുടക്കുന്നതായി നോട്ടീസ് നൽകിയിട്ടില്ല എന്നുള്ളതായിരുന്നു. തൊട്ടു പിന്നാലെ CITU, ATUC, INTUC അടക്കമുള്ള വിവിധ സംഘടനകൾ തങ്ങൾ നോട്ടീസ് നൽകിയെന്ന് അറിയിക്കുകയും മന്ത്രിയുടെ വാദം തള്ളിക്കൊണ്ട് രംഗത്തെത്തുകയും ചെയ്തു. തൊട്ടു പിന്നാലെയാണ് നടപടി. ഈ നാളത്തെ പണിമുടക്ക് നേരിടാൻ പ്രതിരോധ നടപടികളുമായി ഇപ്പോൾ KSRTC MD രംഗത്തെത്തിയിരിക്കുന്നത്. നാളെ ഡയസ്നോൺ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ മതിയായ കാരണങ്ങളില്ലാതെ ഒരു ജീവനക്കാർക്കും ലീവ് എടുക്കാൻ കഴിയില്ല. നാളെ രാവിലെ 11 മണിക്ക് മുൻപ് തന്നെ രാവിലെ ഡ്യൂട്ടിക്ക് എത്തുന്നവരുടെ പൂർണ്ണമായ ലിസ്റ്റ് ചീഫ് ഓഫീസിലേക്ക് കൈമാറണം. അതിനുശേഷം 11 മണിക്ക് ശേഷം ആരെയും ഡ്യൂട്ടിയിൽ ഹാജരാകാൻ അനുവദിക്കുകയുമില്ല. ഈ രീതിയിൽ ഏതെങ്കിലും രീതിയിൽ ജോലികൾക്ക് തടസ്സപ്പെടുത്തുകയോ മറ്റേതെങ്കിലും ക്രമസമാധാന പ്രശ്നങ്ങളോ ആരെങ്കിലും ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് കൃത്യമായി പോലീസിനെ അറിയിച്ച് നേരിടണമെന്നും ഇപ്പോൾ KSRTC CMD പ്രണോദ് ശങ്കർ ഇറക്കിയ ഉത്തരവിൽ പറയുന്നു. എന്തായാലും KSRTCയിലെ ബഹുഭൂരിപക്ഷം സംഘടനകളും നാളെ സമരത്തിലാണ്. BMS ഒഴികെയുള്ള എല്ലാ സംഘടനകളും നാളെ സമരം നടത്തുകയാണ്. സമരത്തിന് പിന്തുണ നൽകുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഇത് സമരം നേരിടാൻ വേണ്ടി ഡയസ്നോൺ പ്രഖ്യാപിച്ചുകൊണ്ട് KSRTC MD രംഗത്തെത്തിയിരിക്കുന്നത്. ശരി, പണിമുടക്കിനെ കുറിച്ച് ട്രേഡ് യൂണിയനുകൾ കത്ത് നൽകിയിട്ടില്ല, അറിയിച്ചിട്ടില്ല എന്ന് മന്ത്രി പ്രതികരിക്കുന്നതും പിന്നീട് മന്ത്രിയെ തിരുത്തി LDF കൺവീനറും CPIM നേതാക്കളും ഒക്കെ രംഗത്ത് വരുന്നതുമൊക്കെ കഴിഞ്ഞ മണിക്കൂറുകളിൽ കണ്ടിരുന്നു. എന്തായാലും ഈ പണിമുടക്കിനെ നേരിടാൻ ഡയസ്നോൺ പ്രഖ്യാപിച്ചിരിക്കുകയാണ് KSRTC. ഡ്യൂട്ടിക്ക് എത്താത്തവരുടെ ശമ്പളം റദ്ദാക്കും എന്നാണ് അറിയിപ്പ്.